students, welcome to Masterminds Education Online Classes. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ? അതിൽ 36 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി അടുത്തതായിട്ട് 37ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. അതിലുണ്ട് എ പാർട്ടും ഉണ്ട് ബി പാർട്ടും ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇഷ്ടമുള്ളത് മീൻസ് അറിയുന്നത് എഴുതാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? യൂസിങ് ഡിഫറൻഷ്യൽസ് ഫൈൻഡ് അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് 0.6. ഡിഫറൻഷ്യൽസ് യൂസ് ചെയ്തിട്ട് റൂട്ട് ഓഫ് 0.6ൻ്റെ ഡിഫറൻഷ്യൽ വാല്യൂ ആണ്, അപ്രോക്സിമേറ്റഡ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിഫറൻഷ്യൽസ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ടെക്സ്റ്റിലല്ല, ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്, വർക്കൗട്ട് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ നമ്മൾ എന്തെടുക്കുക, ഇവിടെ റൂട്ട് 0.6 ആയതുകൊണ്ട് നമ്മൾ y is equal to root x എന്ന് എടുക്കുക. ഓക്കെ, ദെൻ ഇനി എന്ത് ചെയ്യുക? റൂട്ട് എക്സിനെ ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. y is equal to root x നെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? dy by dx equal to root x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/2 root x അല്ലേ? അപ്പോൾ dy by dx equal to 1/2 root x എന്ന് കിട്ടി. ദെൻ ഇനി എന്ത് ചെയ്യാം? നമുക്കിവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 0.6 ആണ്. 0.6 ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടേക്ക് എക്സ് ഈക്വൽ ടു 0.64 എന്ന് എടുക്കാം. ഓക്കെ, എക്സ് ഈക്വൽ ടു 0.64. അപ്പോൾ ആൻഡ് നമുക്കറിയാം എക്സ് പ്ലസ് ഡെൽറ്റ എക്സ്, എക്സിൻ്റെ ഇവിടെ ചെറിയൊരു ഇൻക്രിമെൻറ്റ് വരുന്നതല്ലേ നമ്മൾ ഡെൽറ്റ എക്സ് മുന്നോട്ട് വരുന്നത്. അപ്പോൾ എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ത് കിട്ടും? 0.6 എന്ന് കിട്ടണം. എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് ചെയ്ത് കഴിഞ്ഞാൽ 0.6 എന്ന് കിട്ടണം. സോ നമുക്ക് എന്തെടുക്കാം? എക്സ് ഈക്വൽ ടു 0.64 എന്ന് എടുക്കാം. സോ ഇതിൽ നിന്ന് എന്ത് കിട്ടും? ഇതിൽ നമ്മൾ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ കിട്ടില്ലേ? അപ്പോൾ ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ എക്സ് ആണ്. സോ ഡെൽറ്റ എക്സ് എന്ത് വരും? ഡെൽറ്റ എക്സ് ഈക്വൽ ടു 0.6 മൈനസ് 0.64 എന്ന് കിട്ടും. 0.6 മൈനസ് 64 എന്താ കിട്ടുക? അതായത് 0.6 മൈനസ് 64. ഓക്കെ, നമ്മൾ സാധാ സബ്സ്ട്രാക്ഷൻ ചെയ്തിട്ട് മൈനസ് വാല്യൂ ഇട്ട് കൊടുക്കുക അല്ലേ? ഇതല്ലേ ഇവിടെ ലാർജർ നമ്പർ വരുന്നത്. അപ്പോൾ എന്ത് വരും? 0.6 മൈനസ് 6 0 ദെൻ 4. ഇപ്പോൾ 0.04 എന്ന് കിട്ടും. ദെൻ എന്ത് വരും? ഒരു നെഗറ്റീവ് സൈൻ ഉണ്ടാവും, കാരണം നമ്മളിവിടെ ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പറാണ് മൈനസ് ചെയ്യുന്നത്. സോ അപ്പോൾ എന്ത് വരും? നെഗറ്റീവ് സൈൻ വരും അല്ലേ? ചെറിയ നമ്പറിൽ നിന്ന് വലിയ നമ്പർ മൈനസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് സൈൻ ആയിരിക്കും വരിക. സെയിം ആൻസർ തന്നെ, പക്ഷേ അത് 0.64 മൈനസ് 0.6 ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 0.04 എന്ന് കിട്ടും. ദെൻ എന്ത് ചെയ്യുക? ഇവിടെ സ്മോളസ്റ്റ് നമ്പറിന് ലാർജർ നമ്പറാണ് നമ്മൾ മൈനസ് ചെയ്യണത്. അപ്പോൾ എന്ത് ചെയ്യണം? ഒരു മൈനസ് സൈനും കൂടെ ഇട്ട് കൊടുക്കണം. ആൻസറിൻ്റെ കൂടെ എന്ത് വേണം? ഒരു മൈനസ് സൈൻ വേണം. അതെല്ലാവർക്കും അറിയില്ലേ? മൈനസ് 0.04. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എന്താണ്? മൈനസ് 0.04 എന്ന് കിട്ടി. ദെൻ ഇനി എന്ത് ചെയ്യാം? എക്സ് ഈക്വൽ ടു 0.64. എക്സ് നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? 0.64 ആണ് എടുത്തിട്ടുള്ളത്. സോ നമുക്ക് y എന്ത് പറയാം? എക്സിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? y is equal to സ്ക്വയർ റൂട്ട് ഓഫ് 0.64 എന്ന് കിട്ടും. 0.64ൻ്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? സ്ക്വയർ റൂട്ട് വാല്യൂ എത്രയാണ്? 0.8 ആണ് അല്ലേ? എന്താണ്? എക്സിൻ്റെ വാല്യൂ നമ്മൾ y is equal to root x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y-ൻ്റെ വാല്യൂ എന്ത് കിട്ടും? 0.8 എന്ന് കിട്ടും. 0.8 എന്ന് കിട്ടും. ദെൻ ഇനി എന്ത് ചെയ്യാം? അപ്പോൾ നമുക്ക് y-ൻ്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ഡെൽറ്റ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ഡെൽറ്റ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു? ഡെൽറ്റ വൈ ഇസ് ഈക്വൽ ടു dy by dx ഇൻറ്റു ഡെൽറ്റ എക്സ് അല്ലേ? ഡെൽറ്റ വൈ കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? dy by dx ഇൻറ്റു ഡെൽറ്റ എക്സ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് വരും? dy by dx നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 1/2 root x ആണ്. ആൻഡ് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ഇവിടെ നമുക്ക് കിട്ടിയിട്ടില്ലേ? എത്രയാണ്? മൈനസ് 0.04. അപ്പോൾ 1/2 root x ഇൻറ്റു ഡെൽറ്റ എക്സ്. ഓക്കെ, ഇനി നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? ഇവിടെ നോക്കിക്കേ, 1/2 ഇൻറ്റു റൂട്ട് 0.64 ഇൻറ്റു ഡെൽറ്റ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? മൈനസ് 0.04. ദെൻ ഇവിടെ
റൂട്ട് 0.64 വാല്യൂ എത്ര നമുക്ക് കിട്ടിയത് 0.8 എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് വരും 1/2 ഇൻറ്റു 0.8 ഇൻറ്റു 0 മൈനസ് 0.04. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത് 2 ഇൻറ്റു 0.8 ചെയ്യാം. 2 ഇൻറ്റു 0.8 ചെയ്യുമ്പോൾ എന്ത് വരും 2 ഇൻറ്റു 8 എത്രയാണ് 60. അപ്പോൾ ഇവിടെ ഡെസിമൽ കഴിഞ്ഞിട്ട് എന്താണ് ഒരു നമ്പർ അല്ലേ ഉള്ളൂ. സോ എന്ത് വരും 60ൽ 186ൻ്റെ ഇടയിൽ അത് പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസ് വരുന്ന രീതിക്ക് നമ്മൾ ഡെസിമൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടും 0.8 ഇൻറ്റു 2 എന്ന് പറയുന്നത് 1.6 ആണ് അല്ലേ. ഇനി എന്താ ചെയ്യുക, ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അതായത് ഇപ്പോൾ എന്താ കിട്ടിയത് 0.04 ഡിവൈഡഡ് ബൈ 1.6 അല്ലേ. ഇനി ഇതിനെ നമുക്ക് ഡിവിഷൻ ചെയ്യണമെങ്കിൽ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും 0.04 ഇൻറ്റു 100. ഇവിടെ 2 സീറോസ് ഇല്ലേ, ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസസ് ഉണ്ട്. സോ ഇവിടെ ഈ 100 കൊണ്ട് നമ്മൾ 0.04 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും ഈ ഡെസിമൽ പോകും. അപ്പോൾ എന്ത് വരും 4 ആയിട്ട് മാറും. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 സീറോസ് ഉള്ളതുകൊണ്ട് ഈ സീറോസ് വരുമ്പോൾ അവിടെ എന്താവും ഈ പോയിന്റ് പോകും, 4 കിട്ടും. ഇവിടെ 1.6 ഇൻറ്റു 100 ആണ്. അപ്പോൾ എന്ത് വരും ഇവിടെ 2 സീറോസ് ഉണ്ട്, പക്ഷെ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു പ്ലേസേ ഉള്ളൂ, 6 മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ എന്ത് കിട്ടും 16 കിട്ടും. ദെൻ ഒരു സീറോ കൂടെ എക്സ്ട്രാ വരും, 116 ആണ് കിട്ടുക. ഇതിനെ നമുക്ക് ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 4 ഉണ്ട്, ഇതിൽ 4 എടുത്തു കഴിഞ്ഞാൽ 4/4 1 കിട്ടും. 160/4 എന്ത് വരും 160/4 എന്താ കിട്ടുക 4 ഇൻറ്റു 4 16 അല്ലേ. സോ 160/4 എന്ന് കിട്ടും 40 എന്ന് കിട്ടും. ദെൻ 1/40ൻ്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എന്താ ചെയ്യേണ്ടത് 1/40 പോയിന്റ് ഇട്ട് കൊടുക്കാം. ഇത് 1 40 ചെയ്യാൻ പറ്റിയ ഡിവിസിബിൾ അല്ലല്ലോ. സോ പോയിന്റ് ദെൻ ഒരു സീറോ ഇട്ട് കൊടുത്തു. 10/40 ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ, എഗെയിൻ 0. ദെൻ ഇവിടെ പോയിന്റ് ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടെ എത്ര വേണമെങ്കിലും സീറോസ് ഇട്ട് കൊടുത്തോടെ 0. സോ 100ൽ 40 പോവില്ലേ, പോവോ 100ൽ 40 പോവും. എത്ര വട്ടം പോവും 2 വട്ടം. സോ 2 ഇൻറ്റു 40 ഈസ് ഈക്വൽ ടു 80. ദെൻ 100 മൈനസ് 80 ചെയ്യാം. 100 മൈനസ് 80 എത്രയാണ് 20. 40ൽ പോവോ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം 0 ഇട്ട് കൊടുക്കാം. സോ 0 താഴത്തേക്ക് എഴുതി. 200ൽ എത്ര തവണ 40 പോവും എത്ര പോവും 5. അതായത് 5 ഇൻറ്റു 40 എന്ന് പറയുന്നത് എത്രയാണ് 5 ഇൻറ്റു 40 എത്രയാണ് 200 ആണ്. സോ നമ്മളെ വാല്യൂ എന്ത് കിട്ടും 1/40ൻ്റെ വാല്യൂ എത്രയാണ് 0.025 ആണ്. പിന്നെ ഒരു മൈനസ് സൈൻ ഇല്ലേ അവിടെ, നമ്മളെ ഇവിടെ ഒരു മൈനസ് സൈൻ ഇല്ലേ 0.04 ഒരു മൈനസ് സൈൻ ഉണ്ട് അല്ലേ, മൈനസ് 1/40 ആണ്. സോ ആ മൈനസും കൂടെ അങ്ങോട്ട് കൊടുക്കാം. അപ്പോൾ ഡെൽറ്റ വൈൻ്റെ വാല്യൂ എത്ര കിട്ടി 0.0 മൈനസ് 0.025 എന്ന് കിട്ടി. എന്ത് ഡെൽറ്റ വൈൻ്റെ വാല്യൂ. ഓക്കെ, ഇത് മനസ്സിലായില്ലേ, ഈ സ്റ്റെപ്പ് മനസ്സിലായില്ലേ. നമ്മൾ ഇത്രയും ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യുക, ഈ ഡെസിമൽസ് കളഞ്ഞാലല്ലേ നമുക്ക് ഡിവിഷൻ കുറച്ചുകൂടെ സിമ്പിൾ ആവുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം -0.04 ഡിവൈഡഡ് ബൈ 1.6നെ 100 കൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, ഡിവിഷനും ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ഡെസിമൽസ് ഉള്ളതുകൊണ്ട് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസസ് ഉണ്ട്. ഇവിടെ 2 സീറോസ് ഉള്ളതുകൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പോയിന്റ് അങ്ങ് പോകും. അപ്പോൾ 4 കിട്ടും. ദെൻ ഇവിടെ 100 കൊണ്ട് 1.6ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും 160 കിട്ടും. സോ 40/160 1/40 നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. അതായത് ഇവിടെ ഡിവൈഡഡ് ബൈ 4, ഇവിടെ ഡിവൈഡഡ് ബൈ 4 ചെയ്യാം. അപ്പോൾ എന്ത് വരും 4/4 160/4 40 കിട്ടും. ദെൻ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതിയതാണ് ഇത്. ഓക്കെ, ഇത് മനസ്സിലായില്ല എല്ലാവർക്കും? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഡെൽറ്റ വൈൻ്റെ വാല്യൂ എത്ര കിട്ടും 0.025 എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താണ് 4? ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത് ഡെൽറ്റ വൈ പ്ലസ് ഡെൽറ്റ വൈ ചെയ്യാം. y പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താണ് √(x + Δx) ആണ് അല്ലേ. നമ്മൾ y = √x എന്ന് ഡിനോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ y പ്ലസ് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്തായിരിക്കും x + Δx ആയിരിക്കില്ലേ. അതെ, അതെന്ത് കിട്ടണം √6 ആണുള്ളത് അല്ലേ, √0.6. ദെൻ ഇനി √0.6
എന്ത് വരും? 0.8 മൈനസ് 0.025. അതായത് നമ്മൾ ഡെൽറ്റ വൈ ഇത് ചെയ്യാം, y പ്ലസ് ഡെൽറ്റ വൈ ചെയ്യാം. വൈൻ്റെ വാല്യൂ 0.8 ദെൻ പ്ലസ് ഡെൽറ്റ വൈ ആണ്. പക്ഷെ നമ്മൾ ഡെൽറ്റ വൈൻ്റെ വാല്യൂ എന്താണ്? ഈ മൈനസ് വരുന്നില്ലേ, ആ മൈനസ് ആണ് കേട്ടോ ഇത്. സോ മൈനസ് 0.25 മൈനസ് 0.025. അപ്പോൾ റൂട്ട് 0.6 നമുക്ക് എങ്ങനെ എഴുതാം? y പ്ലസ് ഡെൽറ്റ വൈ ആണ്. അപ്പോൾ y എന്ന് പറയുന്നത് 0.8 ഉണ്ട്, ഇവിടെ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് 0.025 ആണ്. സോ 0.8 മൈനസ് 0.025 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 0.775 എന്ന് കിട്ടും. അതായത് എങ്ങനെയാണ് മൈനസ് ചെയ്യാം? 0.8 0.025 രണ്ട് സീറോ ഇട്ട് കൊടുക്കാം. സബ്സ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 4 വരില്ലേ, അതായത് ഇവിടെ 2 മൈനസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ 9, ഇവിടെ 10 വരും. അപ്പോൾ 10 മൈനസ് 5 5, 9 മൈനസ് 2 7, ഇവിടെ 7 ഉണ്ടാവും. സോ 7 മൈനസ് 0 7, 0.075. ഡെസിമൽ സബ്സ്ട്രാക്ഷൻ ഒക്കെ എല്ലാവർക്കും ചെയ്യാൻ അറിയില്ലേ? അപ്പോൾ എന്ത് കിട്ടും? 0.8 മൈനസ് 0.8 മൈനസ് 0.2025 ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആൻസർ കിട്ടുക? 0.775 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ റൂട്ട് 0.6 നമുക്ക് എങ്ങനെ പറയാം? സ്ക്വയർ റൂട്ട് ഓഫ് 0.6 അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 0.775 ആണെന്ന് പറയാം. അതായത് റൂട്ട് 6ൻ്റെ വാല്യൂ എത്രയാണ്? അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്, കറക്റ്റ് വാല്യൂ ഒന്നും കിട്ടില്ല. സോ അപ്രോക്സിമേറ്റ് വാല്യൂ എന്താണ്? 0.775 ആണെന്ന് പറയാം. ഓക്കെ, റൂട്ട് 6ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.775. ഓക്കെ, ക്ലിയർ ആണോ ഈ ക്വസ്റ്റ്യൻ? ഓക്കെ അല്ലേ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇനി 37th ബി ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? ഫൈൻഡ് dy by dx for y is equal to x raised to x cos x. അതായത് y തന്നിട്ടുണ്ട്, ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. എന്താണ്? y ഈക്വൽ ടു x raised to x cos x ആണ്. അതിൻ്റെ ഡെറിവേറ്റീവ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം എന്താ ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഫോർമുല തരണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യുക? രണ്ട് സൈഡിലും ലോഗ് എടുക്കും അല്ലേ? രണ്ട് സൈഡിലും ലോഗ് എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ കുറച്ചുകൂടെ സിമ്പിൾ അല്ലേ? അപ്പോൾ എന്ത് കിട്ടും? ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് എന്ത് വരും? ലോഗ് ബൈ, ഇവിടെ വൈൻ്റെ കൂടെ ലോഗ് ബൈ, ഇവിടെ എന്ത് വരും? ലോഗ് എക്സ് റേസ് ടു എക്സ് കോസ് എക്സ് എന്ന് വരും. ദെൻ ലോഗ് എക്സ് റേസ് ടു എന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. എഴുതിക്കൂടെ? ലോഗ് എക്സ് റേസ് ടു എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു ലോഗ് എക്സ് എന്ന് എഴുതാം. സോ ആ ഫോമിലേക്ക് ആക്കി എഴുതുമ്പോൾ എന്ത് കിട്ടും? ഇതാണ് നമ്മുടെ എ എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? നമ്മുടെ എ എന്ന് പറയുന്ന ടേം. അപ്പോൾ എന്ത് വരും? ലോഗ് വൈ ഇസ് ഈക്വൽ ടു എക്സ് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് കിട്ടും. ഓക്കെ, എക്സ് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ്. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഇത്രയായി കഴിഞ്ഞിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് 1/y അല്ലേ? ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് 1/y. ദെൻ വൈൻ്റെ ഡെറിവേറ്റീവ് എന്തായിരിക്കും? dy by dx അല്ലേ? അല്ലേ, d/dx ഓഫ് y എന്നല്ലേ വൈൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് വരും? ലോഗ് വൈൻ്റെ ഡെറിവേറ്റീവ് 1/y, വൈൻ്റെ ഡെറിവേറ്റീവ് dy by dx. ദെൻ അടുത്തത് ഇവിടെ എന്തുണ്ട്? 3 ഫംഗ്ഷൻസ് ഉണ്ട് അല്ലേ? അതായത് എക്സ് ഉണ്ട്, കോസ് എക്സ് ഉണ്ട്, ലോഗ് എക്സ് ഉണ്ട്. 3 എണ്ണമാണ് എഫ് ജി എച്ച് എന്ന് എടുക്കാം. 3 ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് ആൻഡ് എച്ച് ഓഫ് എക്സ്. അപ്പോൾ നമ്മൾ അതിനെങ്ങനെ ചെയ്യണം? പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യാം. ഇത് മൾട്ടിപ്ലിക്കേഷൻ അല്ലേ ഇവിടെ വരുന്നത്. സോ നമ്മൾ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് ചെയ്യാം. പ്രൊഡക്റ്റ് റൂൾ എന്തായിരുന്നു? ഇപ്പോൾ 2 ഫംഗ്ഷൻസ് എഫ് ഓഫ് എക്സ്, ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞ 2 ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡെറിവേറ്റീവ് എങ്ങനെയായിരുന്നു കാണുക? പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്തിട്ട് എന്തായിരുന്നു? ഫസ്റ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ. അങ്ങനെയല്ലേ ചെയ്യാം? അതായത് ആദ്യം ഫസ്റ്റ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് എടുക്കും ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ, അങ്ങനെ തന്നെ. ദെൻ പിന്നെ അതിൻ്റെ കൂടെ എന്താണ് എഴുതേണ്ടത്? പ്ലസ് ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എടുത്തിട്ട് അതിൻ്റെ കൂടെ ഇൻറ്റു ഫസ്റ്റ് ഫംഗ്ഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെയല്ലേ ചെയ്തിരുന്നത് പ്രൊഡക്റ്റ് റൂള്?
അല്ലേ? അപ്പോൾ പ്രൊഡക്റ്റ് റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? അപ്ലൈ പ്രൊഡക്റ്റ് റൂൾ. പ്രൊഡക്റ്റ് റൂൾ വെച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എക്സ് കോസ് എക്സ് ലോഗ് എക്സ്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എന്താണ് ഇവിടെ? എക്സ് ആണ്. സോ ഡി ബൈ ഡി വൈ ഓഫ് എക്സ് ഇൻറ്റു കോസ് എക്സ് ലോഗ് എക്സ് അങ്ങനെ തന്നെ എഴുതി. ഓക്കെ, ഡി ബൈ ഡി വൈ ഓഫ്, സോറി ഇവിടെ ഡി ബൈ ഡി എക്സ് ആണ് കേട്ടോ. ഓക്കെ, ഞാൻ എഴുതി മാറിപ്പോയതാണ്. ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഡി എക്സ്. ദെൻ പ്ലസ് അടുത്ത ഫംഗ്ഷൻ എന്താണ്? കോസ് എക്സ്. സോ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് അല്ലേ? ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മളിവിടെ ഡെറിവേറ്റീവ് എടുത്തു, അടുത്തത് സെക്കൻഡ് ഫംഗ്ഷൻ ഡെറിവേറ്റീവ് ആണ് കണ്ടത്. സോ എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് കിട്ടി. ഓക്കെ, ദെൻ അടുത്തത് എന്താണ്? തേർഡ് ഫംഗ്ഷൻ ഇവിടെ എന്താണ്? ലോഗ് എക്സ് ആണ് അല്ലേ? തേർഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലോഗ് എക്സ് ആണ്. സോ എന്ത് കിട്ടും? എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് ലോഗ് എക്സ്. ഇനി എന്ത് ചെയ്യാം? ഡെറിവേറ്റീവ് റിസൾട്ട് എഴുതാം. അപ്പോൾ 1/y ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? 1 ആണ് അല്ലേ? ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 1 ആണ്. ദെൻ കോസ് എക്സ് ലോഗ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് എത്രയാണ്? ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എത്രയാണ്? മൈനസ് സൈൻ എക്സ് ആണ് അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ലോഗ് എക്സ് എന്താണ്? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തായിരുന്നു? എന്തായിരുന്നു? 1/x അല്ലേ? ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/x. സോ ഇതിനൊന്നുകൂടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ എന്ത് കിട്ടും? എക്സും ഇവിടെ എന്താണ്? എക്സ് ഇൻറ്റു കോസ് എക്സ് ഇൻറ്റു എക്സ് ആണ്. സോ എക്സ് ഇൻറ്റു കോസ് എക്സ് ബൈ എക്സ് എന്ന് എഴുതുമ്പോൾ എക്സും കട്ട് ചെയ്തൂടെ? ചെയ്യാം. അപ്പോൾ എന്ത് വരും? ഇനി ഇതിനൊന്നുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ വൈനെ ഇങ്ങോട്ട് എടുക്കുക. നമുക്ക് ഡി വൈ ബൈ ഡി എക്സ് മാത്രം മതി അല്ലേ? അപ്പോൾ എന്ത് ചെയ്യുക? ഈ 1/y ഇങ്ങോട്ട് എടുക്കുക. ഈ കൊല്ലം എപ്പുറത്തോട്ട് എടുക്കുമ്പോൾ എന്താവും? y/1 ആവും. സോ നമ്മൾ y മാത്രമേ എഴുതുന്നുള്ളൂ. 1/y ഇങ്ങോട്ട് എടുക്കുമ്പോൾ എന്താവും? അതിൻ്റെ റെസിപ്രോക്കൽ ആവും. സോ y/1 എന്ന് കിട്ടും. സോ നമ്മൾ y മാത്രമേ എഴുതിയിട്ടുള്ളൂ. സോ ദെർഫോർ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു y ഇൻറ്റു കോസ് എക്സ് ലോഗ് എക്സ്. ഇവിടെ എക്സ് ഇൻറ്റു മൈനസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് ആണ്. അപ്പോൾ ഈ മൈനസ് വന്ന് ഇവിടെ എന്താവും? ഈ പ്ലസ് അങ്ങ് മൈനസ് ആവും. സോ കോസ് എക്സ് ഇൻറ്റു ലോഗ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ലോഗ് എക്സ് പ്ലസ് കോസ് എക്സ് മാത്രമേ ഇവിടെ ലാസ്റ്റ് ടേമിൽ ഉണ്ടായിരിക്കുള്ളൂ. Therefore dy by dx equal to എന്ത് എഴുതാം? y-ന്റെ വാല്യൂ കൊടുക്കാം. y-ന്റെ വാല്യൂ ഇവിടെ എന്താണ്? y-ന്റെ വാല്യൂ x raised to x into cos x, x raised to x cos x into then ബാക്കി ഇത് സെയിം അതേപോലെ തന്നെ cos x into log x minus x into sin x into log x plus cos x. ഓക്കെ, സിമ്പിൾ അല്ലേ? 2 മാർക്കൊക്കെ പെട്ടെന്ന് സ്കോർ ചെയ്തൂടെ? ഇത് ചെയ്യാൻ മെത്തേഡ് അറിയുന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇന്ന് ഡിസ്കസ് ചെയ്ത 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഈ 2 ക്വസ്റ്റ്യൻസേ പറഞ്ഞിട്ടുള്ളൂ, 37th എയും ബിയും. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.